بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن اهتدى بهديه واستنى بسنته إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സ്വരവിശേഷണങ്ങൾ, സിഫാത്തുൽ ഹുറൂഫ്, ഇതാണ് നാം മനസ്സിലാക്കി വരുന്നത്. ഇതിൽ വിപരീതങ്ങളുള്ളതായ സിഫത്തുകൾ, വിപരീത വിശേഷണങ്ങൾ, പ്രധാനപ്പെട്ട സിഫാത്തുകളൊക്കെ നാം അറിഞ്ഞു കഴിഞ്ഞു. അവസാനമായി അൽ ഇത്ബാഖ് എന്ന സിഫത്താണ് നാം മനസ്സിലാക്കിയത്. ഇത്ബാഖ് എന്നതിൻ്റെ ഭാഷാർത്ഥവും അതിൻ്റെ അക്ഷരങ്ങളും ഏതൊക്കെയാണെന്ന് നാം വിശദമായി അറിഞ്ഞു കഴിഞ്ഞു. ഇത്ബാഖിൻ്റെ 4 അക്ഷരങ്ങൾ സ്വാദ്, ദ്വാദ്, ത്വാ, വാ. ഈ 4 അക്ഷരങ്ങളാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ. ഇവ 4ഉം തന്നെ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളുമാണ്. തഫ്ഖീമോടുകൂടി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാണ്. ഇതിലേറ്റവും അഖ്വയാണ് ത്വാ. ഇത്ബാഖിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് കഠിനമായ ഹർഫാകുന്നു ത്വാ. ഇത് നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും അദ്അഫാണ് വാ. ഇതും പറയുകയുണ്ടായി. സ്വാദും ദ്വാദും മധ്യത്തിലുള്ള ഇത്ബാഖിൻ്റെ വിഷയത്തിൽ മിതത്വം പുലർത്തുന്ന അക്ഷരങ്ങളാണ് എന്നും പറയുകയുണ്ടായി. ഇനി ഇത്ബാഖിൻ്റെ വിപരീതമാണ് ഇൻഫിതാഹ്. അതായത് ശേഷിക്കുന്ന എല്ലാ അക്ഷരങ്ങളും മുൻഫതിഹാണ് എന്നർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഫാത്തുൽ ഹുറൂഫ്, അധിക സിഫത്തുകളും എന്താണ്? ഏറ്റപ്പറ്റ് പുലർത്തുന്നവയാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ ഉള്ളതായിരിക്കും എന്നർത്ഥം. ഇപ്പോൾ ഇത്ബാഖ് തന്നെ പറഞ്ഞു, ഏറ്റവും മേലെ നിൽക്കുന്നത് ത്വാ ആണ്, ഏറ്റവും താഴെ നിൽക്കുന്നത് ഇത്ബാഖിൽ വാ ആണ് എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാ സിഫത്തുകളുടെയും അവസ്ഥ. അപ്പോൾ ഇത്ബാഖിൻ്റെ വിപരീതമാണ് ഇൻഫിതാഹ്. ഇത്ബാഖ് അടച്ചു വെക്കുക, പൂർണ്ണമായും അടച്ച് പൂട്ടി വെക്കുക എന്നാണ് ഭാഷാർത്ഥമെങ്കിൽ, ഇൻഫിതാഹ് എന്ന് പറഞ്ഞാൽ തുറസാവുക. ഭാഷയിൽ ഇഫ്തിറാഖ്, അങ്ങനെ പിരിഞ്ഞു നിൽക്കുക, വേർപിരിയുക. ഇസ്തിലാഹിൽ അത് സാങ്കേതികമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫിതാഹു മാ ബൈന ലിസാനി വൽ ഹനകിൽ അഅല ഇൻദ നുത്ഖി ബിൽ ഹർഫ്. അക്ഷരം ഉച്ചരിക്കുമ്പോഴുള്ള നാവിൻ്റെയും അണ്ണാക്കിൻ്റെയും ഇടക്കുള്ളതായ ആ വിടവ്, ആ തുറക്കൽ. ഫലാ യൻഹസിറു സ്വൗതു ബൈനഹുമ, ശബ്ദം അവക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. വലിദാ സുമ്മിയ മുൻഫതിഹ, അതുകൊണ്ട് തന്നെ അക്ഷരത്തിന് മുൻഫതിഹ് എന്ന് പേര് നൽകുന്നു. ഇതിൻ്റെ അക്ഷരങ്ങൾ ശേഷിക്കുന്ന അക്ഷരങ്ങളാണ്. അതിൽ അലിഫും കൂടി ചേർത്തുകൊണ്ടാണ് ഹിദായത്തുൽ ഖാരിയുടെ കർത്താവ് 25 അക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വഹിയൽ ഹുറൂഫുൽ ബാഖിയ മിൻ ഹുറൂഫിൽ ഹിജ, ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളെ വെച്ച് ബാക്കിയുള്ള എല്ലാ 25 അക്ഷരങ്ങളുമാണ്. വീണ്ടും ഇത്ബാഖും ഇൻഫിതാഹും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ويؤخذ من هذا أن حروف الهجاء موزعة على الصفتين، فما كان من حروف الإطباق الأربعة فمطبق، وما كان من غيرها فمنفتح. ഇപ്രകാരം എല്ലാ ഹിജായിയായ അക്ഷരങ്ങളും തന്നെ മുത്ബഖോ മുൻഫത്തിഹോ ആയി ഇങ്ങനെ വേർപിരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 എണ്ണം മുത്ബഖാണ്, ബാക്കി 25 എണ്ണം മുൻഫത്തിഹാണ്. അത് നമ്മൾ ഹംസ, ത, ബ, ത, സ, ത ഇതിനൊക്കെയുള്ള പ്രത്യേകത. മറ്റു സിഫത്തുകളും അതിൽ പ്രധാനമാണ്. എന്ത്? ഷിദ്ദത്ത്, ഹംസ്, ഇതൊക്കെ അക്ഷരങ്ങളിൽ വരുന്നതാണ് അല്ലേ? ഫഹസ്സഹു ശഖ്സുൻ സകത്ത്,
ഈ ഷിദ്ദത്തിൻ്റെയും ഹംസിൻ്റെയും ഒക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ആ ഒഴുക്ക് ഹംസ് അതിലുണ്ടാകുന്നു എന്നതാണ്. എന്നാൽ ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കലാണ്. ഇൻഹിബാസ് ഇൻഹിബാസ് സൗത്ത്, ശബ്ദം അടങ്ങുന്ന, അങ്ങനെ തുടക്കത്തിൽ ഷിദ്ദത്തുണ്ടാകും, അവസാനിക്കുമ്പോൾ ഹംസ്. പ്രത്യേകിച്ചും എന്താണ് ഹംസ് കൂടുതൽ പ്രകടമാകുന്നത് സുക്കൂൻ വരുമ്പോഴാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഹംസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. പരിശീലനം നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വരും. ഇതിന് ശേഷം ഓരോ സിഫത്തും വേർപിരിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഷിദ്ദത്തും ഹംസും ഒരുമിച്ച് കൂടുന്നു ഒരേ ഹർഫിൽ തന്നെ, അങ്ങനെയുള്ള അക്ഷരങ്ങൾ. അപ്പോൾ അതിൽ തന്നെ മുൻഫത്തിഹായ അക്ഷരങ്ങളാണ് ഈ പറഞ്ഞത്, ഇൻഫിതാഹ് വരുന്ന അക്ഷരങ്ങൾ. ഇത്ബാഖിൻ്റെ 4 അക്ഷരങ്ങൾ നാം സൂചിപ്പിച്ചു കഴിഞ്ഞു. അതല്ലാത്ത എല്ലാ ഹർഫുകളും തന്നെ ഇൻഫിതാഹിൻ്റേതാണ്. ഹംസ, ബ, ത, ഫ, ജീം, ദാൽ, ദാൽ, റാ, സായ്, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, വ, ഈ 4 അക്ഷരങ്ങൾ കഴിഞ്ഞു. അവ 4ഉം തന്നെ എന്താണ്? മുത്ബഖത്തായ അക്ഷരങ്ങളാണ്, തുടരെയുള്ള ആ 4 അക്ഷരങ്ങൾ. പിന്നീടുള്ള ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ്, ഇതൊക്കെ ഇൻഫിതാഹിൻ്റെ അക്ഷരങ്ങളാണ് എന്നർത്ഥം. അവസാനം വരെയുള്ള എല്ലാ ഹർഫുകളും. ബാറക്കല്ലാഹു ഫീക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.